ധന്യ, ജാർഖണ്ഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ അവിടെ നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അവർക്കെതിരെ മതപരിവർത്തനം അടക്കമുള്ള മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയേക്കുന്നത്. എന്താണ് സംഗതി? അത് വളരെ ഗുരുതരമായ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പ്രീത മേരി എന്ന് പറയുന്ന കന്യാസ്ത്രീ, വന്ദന ഫ്രാൻസിസ്, ഇവര് ചേർത്തല സിറോ മലബാർ അസീസ് സിസ്റ്റേഴ്സ് മേരി ഇമാക്കുലേറ്റിലെ കന്യാസ്ത്രീകളാണ്. ഇവർക്കെതിരെയാണ് വളരെ ഗുരുതരമായ കുറ്റം ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇവരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തു, ഇവർക്കെതിരെ FIR തയ്യാറാക്കി ഇവരിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് വേണ്ടി ജാമ്യം സഭ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ജാമ്യം കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. കാരണം വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് സെക്ഷൻ 43 VNS-ഉം, അതായത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം, നിർബന്ധിത മതപരിവർത്തനമാണ് ആദ്യം ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പിന്നീട് അത് മനുഷ്യക്കടത്തിലേക്ക് മാറി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതില് ഇപ്പൊ പറയുന്നത്, ഇവരിപ്പോ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ BJP ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി അവരെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നു. കന്യാസ്ത്രീകൾ ചെയ്ത കുറ്റം എന്താണ്? ഇതൊക്കെയാണ് പലരും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രൈസ്തവ മിഷണറിമാരെ, ക്രൈസ്തവരെ ജീവിക്കാൻ അനുവദിക്കാത്ത നിലപാടാണ് BJP സ്വീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. BJP ന്യൂനപക്ഷങ്ങളെ അവരോടൊപ്പം ചേർക്കാൻ ശ്രമിച്ചാലും മറ്റേത് വിഭാഗത്തെ അവരോടൊപ്പം ചേർക്കാൻ ശ്രമിച്ചാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതിപ്പോ ഏത് സമുദായത്തിലുള്ളവരാണെങ്കിലും, ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും, ഹിന്ദു സമുദായത്തിലാണെങ്കിലും, മുസ്ലിം സമുദായത്തിലാണെങ്കിലും മതപരിവർത്തനവും നിർബന്ധിച്ചുള്ള മതപരിവർത്തനം ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഈ മനുഷ്യക്കടത്തും. ഇവിടെ നിന്ന് മനുഷ്യക്കടത്തിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അവരെ അടിമകളാക്കിയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മനുഷ്യക്കടത്തൊക്കെ ഒരു സമയത്ത് വലിയ ചർച്ചയായ സംഭവങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യക്കടത്തും ഇതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ നടന്നിരിക്കുന്നത്, ഈ കന്യാസ്ത്രീ സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി 3 പെൺകുട്ടികൾ വരുന്നു. ഈ പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനം നടത്താനായും മനുഷ്യക്കടത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്നു, ഇവരെ വിളിക്കുന്നു, പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ തരത്തിലാണ് പുറത്തു വന്ന വാർത്തകൾ. അതായത് 3 പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗയിൽ അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ച് ബജറംഗ് ദൾ, അതാണ് ഇവിടെ മാധ്യമ പ്രവർത്തകരെ ചൊടിപ്പിക്കുന്ന കാര്യം, ബജറംഗ് ദൾ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു. ഇവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെ ഉണ്ടായിരുന്ന 3 സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളോടും മറ്റുള്ളവരോടും ബജ്രംഗ് ദൾ പ്രവർത്തകർ വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ഇവരുടെ ബാഗുകൾ പ്രവർത്തകർ പരിശോധിക്കുന്നു. അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. മലയാളി കന്യാസ്ത്രീകളെ കുടുക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതായത് തുടക്കത്തിൽ മതപരിവർത്തനമാണ് ആരോപിച്ചതെങ്കിൽ പിന്നീട് മനുഷ്യക്കടത്ത് കുറ്റം കൂടി ഉൾപ്പെടുത്തിയിരുന്നു എന്ന് കുടുംബക്കാർ പറയുന്നു. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹത്തിൽപ്പെട്ടവരാണ് ഇരു കന്യാസ്ത്രീമാരും. 20 വർഷത്തിലേറെ സിസ്റ്റർ മേരി പ്രീതി ഉത്തരേന്ത്യൻ നേഴ്സായി സേവനം അനുഷ്ഠിക്കുകയാണ്. 2 മാസം മുൻപാണ് നാട്ടിൽ വന്നു പോയത്. സ്ഥിതിഗതികൾ മോശമാണെന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും സിസ്റ്റർ പ്രീതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. 3 പെൺകുട്ടികളും പ്രായപൂർത്തിയായവരും മാതാപിതാക്കളുടെ സമ്മതത്തോടെ ജോലിക്കായി പോകുന്നവരുമാണെന്ന് പെൺകുട്ടികളുടെ കുടുംബം റെയിൽവേ പോലീസിൽ പറഞ്ഞു. എല്ലാ രേഖകളും പോലീസിനെ കാണിച്ചിട്ടും അറസ്റ്റ് ചെയ്യുകയെന്നാണ് ഇവരുടെ പരാതി. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് ബെന്നി ബെഹന്നാനും ഹൈബി ഈഡനും ലോക്സഭയിൽ നോട്ടീസ് നൽകിയിരുന്നു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ശക്തമായ രംഗത്തുനിന്ന് വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ബജറംഗ് ദൾ ഒരു 2 കന്യാസ്ത്രീകളെ 3 പെൺകുട്ടികളെയും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു. വെറുതെ ബജറംഗ് ദൾ പ്രവർത്തകർ പോയി ചോദ്യം ചെയ്യില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടായിരിക്കണം അവർ പോയി ചോദിച്ചത്. ചോദ്യം ചെയ്യലൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇവരെ ബാഗ് പരിശോധിക്കുക, അതൊക്കെ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോഴും ഈ മതപരിവർത്തനം നിർബന്ധിച്ച് ഞങ്ങൾ ആരെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മതപരിവർത്തനം നടക്കുന്നുണ്ട്. കാരണം നിർബന്ധിച്ച് ഞങ്ങൾ ആരെയും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അവരുടെ ഇഷ്ടത്തോടെ ചിലപ്പോൾ മതം മാറുന്ന പരിപാടി നടക്കുന്നുണ്ടാകും. മാത്രമല്ല മനുഷ്യക്കടത്തും, ഈ രണ്ടുമാണ്
ആരോപിക്കുന്നത്. ഇപ്പോൾ ഈ ഇപ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ മലയാളികളായ ഒരുപാട് കന്യാസ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ഇവരെയൊക്കെ അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ എന്താ ഇവിടെ ആളുകളില്ലേ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ കേരളത്തിലെ കന്യാസ്ത്രീകളെയൊക്കെ വിടുന്നുണ്ട്. അവിടെ പല രീതിയിൽ മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇതിനു മുൻപും വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ പോലീസ് പിടിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവർക്കെതിരെ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷ ഇടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കരുത്തുറ്റ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. FIR പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ. ഇപ്പോൾ പോലീസ് പിടിച്ചു, പിന്നെ FIR ഇട്ടു, കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി FIRന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമല്ലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടത്. അപ്പോൾ വെറുതെ FIR കണ്ടിട്ട് കോടതിക്ക് തലയ്ക്ക് ആള് താമസമില്ലാത്ത ആളുകളൊന്നും ആയിരിക്കില്ലല്ലോ. സംഗതിയുണ്ട്. അതായത് ഈ ദാരിദ്ര്യം, പട്ടിണി, കലാപം, ഇത്തരം സ്ഥലങ്ങൾ ഈ മതപരിവർത്തനം അത് ലക്ഷ്യമാക്കി ചെല്ലുന്നവരുടെ വിളനിലമാണ്. ഉദാഹരണം പറഞ്ഞാൽ മണിപ്പൂർ, അവിടെ കലാപം ഉണ്ടായ സമയത്ത് നമ്മുടെ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ചില ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച്, ചില പള്ളികൾ കേന്ദ്രീകരിച്ച്, ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ച് മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികളെ അത് പഠന ആവശ്യത്തിന്, അതായത് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക, അതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പേർ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ മനുഷ്യക്കടത്താണ്. അതെ. അതായത് പിന്നെ മുൻപ് കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുന്ന അവർക്ക് അവരുടെ ദാരിദ്ര്യത്തിലൊരു കൈസഹായം എന്ന നിലയിലാണ് പലരും അതിലിടപെടുക. അതിലേറിയ പങ്കും ഏതെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള, അത് ക്രിസ്തീയ മതമുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുമുണ്ട്, എല്ലാവരും ഇതിൽ ഇടപെടാറുണ്ട്. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൽ സഹായിക്കുന്നവരോട് നമുക്കൊരു വിധേയത്വം തോന്നും. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമായ സംഗതിയാണ്. നമ്മളെ ആപത്തിൽ സഹായിച്ച ഒരാളാണല്ലോ. അപ്പോൾ അവർ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അവരോടൊരു അനുഭാവവും താല്പര്യവും തോന്നും. ക്രമേണ അത് അവരുടെ കൂട്ടത്തിലോട്ട് ചേരുന്ന ഒരു നിലപാടിലേക്ക് വരും.